മക്കത്ത് പൂത്തൊരു മരത്തിലെ ഹഖത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മന്ദരിയായെങ്കിൽ മക്കത്ത് പൂത്തൊരു മരത്തിലെ ഹഖത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മന്ദരിയായെങ്കിൽ മുത്തുബിലാലിന്റെ ബാങ്കുലി നിൽക്കണ കാറ്റലയായെങ്കിൽ മുമ്പുള്ള നാട്ടില അങ്ങ് പിറന്നുവെങ്കിൽ അങ്ങ് പിറന്നുവെങ്കിൽ മക്കത്തെ പൂത്തൊരു ഈന്തനരത്തിലെ ഓരിലയായെങ്കിൽ ഹഖത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മന്ദരിയായെങ്കിൽ സത്യ മുഹമ്മദ് ഒരു ചരണത്തിലെ മന്ദിരിയായില്ല നിത്യസലാമത്തോട് ബംബുരിയിലെ ചെങ്കിളിയായില്ല അൻസാരി തന്നെ ആശ്രിതരാകാൻ ഭാഗ്യപ്പെട്ടില്ല വീരഭദ്ര ശുഭതാക്കളക്കയിലെ വായ്മനയായില്ല അൻസാരി തന്നെ ആശ്രിതരാകാൻ ഭാഗ്യം കിട്ടിയില്ല വീരഭദ്ര ശുഭതാക്കളക്കയിലെ വായ്മനയായില്ല ആശിച്ചു പോയി ഞാൻ അർഹമറാഹിമേ ആശിച്ചു പോയി ഞാൻ അർഹമറാഹിമേ മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹഖത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മന്ദരിയായെങ്കിൽ മന്ദരിയായെങ്കിൽ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതനായ പാണ്ഡിത്യത്തിന്റെ നിറകുടമായ ബഹുമാന്യനായ ആദരണീയരായ ഷാജഹാൻ ഉസ്താദ്, മറ്റു വേദിയിലിരിക്കുന്ന ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ മഹത്തായ സദസ്സിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട നല്ലവരായ ഉമ്മ തങ്ങന്മാരെ, സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം അല്ലാഹു ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഉറക്കെ ആമീൻ പറയും. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതിലേറെ സന്തോഷകരമായി ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്. അവന്റെ അതുല്യവും അനേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ അതര മൂലങ്ങൾ അനുധാവനം ചെയ്ത അണിജന നിർമ്മങ്ങളിലും കൂട്ടുകുടുംബാദികളിലും സ്വാലിഹീങ്ങളിലും സച്ചരിതരിലും അല്ലാഹുവിന്റെ റഹ്മത്ത് സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാളുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശിഷ്ടമായ സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഗതകാല ജീവിതത്തിൽ വന്നുപോയ സമസ്ത അപരാധങ്ങളും അല്ലാഹു വിട്ടുപുറത്തും ആ
മാപ്പാക്കി തരട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അല്ലാഹുവിന്റെ മകന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരും ഈ മഹത്തായ സദസ്സിൽ സംഗമിച്ചതുപോലെ അവന്റെ സച്ചരിതരും സകീർത്തരും സുഹൃതവാന്മാരുമായ ദാസന്മാരുടെ സംഗമസ്ഥാനമായ സ്വർഗത്തിൽ സംഗമിക്കാൻ ഈ മഹത്തായ പുണ്യസംഗമത്തെ അല്ലാഹു ഒരു കാരണമാക്കി തരട്ടെ. അല്ലാഹു ഒരു കാരണമാക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾ, നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നവർ, നമുക്ക് നന്മ ഉപദേശിച്ചു തന്നിരുന്നവർ, ഇൽമിന്റെ വഴികളിലേക്ക് നമ്മൾ കൈപ്പിടിച്ചാണയിച്ചിരുന്നവർ, നമ്മളെ സഹായിച്ചവർ, നമ്മളോട് സഹകരിച്ചവർ പലരും ഇന്ന് 6 അടി മണ്ണിനുള്ളിലാണ്. അല്ലാഹുവേ 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 ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബറിടം നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും മണ്ണറ നീ മണിയറയാക്കി പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവരുടെയും ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടി സാധുക്കളായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ പടച്ചവനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിന്റെ അകത്തുള്ള മുറാദുകൾ നിനക്കറിയാമല്ലോ റബ്ബേ. നീ കാണുന്നവനാണല്ലോ റബ്ബേ, നീ അറിയുന്നവനാണല്ലോ റബ്ബേ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ അകത്തുള്ള മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ അല്ലാഹുവേ ഈ കൂട്ടത്തിൽ ആരൊക്കെ രോഗികളുണ്ടോ നിനക്കറിയാമല്ലോ റബ്ബേ. പടച്ചവനെ ഈ കൂട്ടത്തിൽ ആരൊക്കെ രോഗികളുണ്ടോ എല്ലാവർക്കും രോഗം കൊടുക്കുന്നവൻ നീയാണ് റബ്ബേ. റഹ്മാനായ റബ്ബേ, ഷാഫിയായ റബ്ബേ, ആ രോഗത്തെ ശിഫയാക്കാൻ കഴിവുള്ളവനും നീ മാത്രമാണ് അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്, പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്, പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അശേഖ് മുഈദ്ദീൻ അശേഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആണ്ട് നേർച്ചയും മതവിജ്ഞാന സദസ്സും ദുആ സമ്മേളനവും അതുപോലെ തന്നെ ഈ കാണുന്ന മനോഹരമായ മസ്ജിദുൽ ഹുദയുടെ 1ാം വാർഷികവും കൂടെയാണ്. അൽഹംദുലില്ലാഹ് 2-ാം തീയതി ആരംഭിച്ച ഈ പരിപാടി ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ 7-ാം തീയതിയാണ് സമാപിക്കുന്നത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ദിവസങ്ങളോളമായി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട ഇതിന്റെ പ്രചരണത്തിനും അതുപോലെ തന്നെ ഇതിന് വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഈ സദസ്സ് ഇത്ര മനോഹരമാക്കാൻ വേണ്ടി ഓടി നടന്ന ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദ്, ആ ഷാജഹാൻ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദിന്റെ ആ ഒരൊറ്റ കഠിന പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ഈ പള്ളി, അൽഹംദുലില്ലാഹ് മനോഹരമായ ഒരു പള്ളി, ആ ഷാജഹാൻ ഉസ്താദിന്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഈ ഒരു മനോഹരമായ പള്ളി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് എന്നൊരു വർഷം തികഞ്ഞു. അൽഹംദുലില്ലാഹ് എന്നൊരു വർഷം തികഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മാത്രമല്ല ഇതിനു വേണ്ടി സഹകരിച്ച ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി അവസാനം ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഉറക്കാതെ മാറി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇനി വിനീതന്റെ വാള് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഏറെ വൈകിട്ടാണ് ഈ സദസ്സ് ആരംഭിച്ചിട്ടുള്ളത്. ഏകദേശം ഇനി 10 മണിയാകാനായി. ഇനി ഒരു വാഴ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ മഹത്തായ
മജ്‌ലിസിൽ വെച്ച് നടക്കുന്ന അവസാനത്തെ ദുആയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ദുആയാണ്. നമ്മൾക്ക് ഇന്ന് വല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആദികളും ആകുലതകളുമായി ഇന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അവസാനത്തെ ദുആയാണ്. നമ്മൾക്ക് പല രോഗങ്ങൾ അനുഭവിക്കുന്നവരാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലിരിക്കുന്ന ആരുടെ ദുആയാണ് അല്ലാഹു സ്വീകരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും അവസാനം വരെ ഇരിക്കണം, അവസാനം വരെ സഹകരിക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഇരിക്കോ? നിങ്ങളൊക്കെ ഇരിക്കോ? എല്ലാരും ഉറക്കം ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അവസാനം ഇവിടെ കസേര മാത്രമോ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ സദസ്സിന്റെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിച്ച നമ്മുടെയൊക്കെ അവസാനം അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ആ പുറകിൽ ഒരുപാട് സഹോദരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ സൈഡിൽ ഒരുപാട് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് കയറിയിരുന്നാൽ വളരെയധികം റാഹത്തായിരുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എന്നെ ഈ വിനീതം നിങ്ങളുമായി അഭിസംബോധന ചെയ്യുന്നത് സ്വർഗം മറന്ന ജനത എന്ന വിഷയത്തിന്റെ പേരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താ നമ്മുടെ ലക്ഷ്യം? നിങ്ങൾ പറയാ, എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്താ? നിങ്ങൾ ഇപ്പൊ തന്നെ സ്വർഗം മറന്ന നമ്മുടെ ലക്ഷ്യം എന്താ? ഉറക്കെ പറഞ്ഞോളി, നിങ്ങൾ ആരെ പേടിക്കുന്നേ? എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് എത്താൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നാം ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്നുപോയ സ്വർഗത്തെ ഓർത്തെടുക്കുവാനും ആ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരന്മാരെ, ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ ഭൗതിക ഇച്ഛകൾ നാം തരണം ചെയ്യണം. ഈ ദുനിയാവിന്റെ അകത്ത് ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം എന്ന് നീ ചിന്തിക്കല്ലേ മനുഷ്യ. നിന്റെ ഈ യാത്ര, നിന്റെ ഈ ജീവിതം ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിവിടല്ലേ മനുഷ്യ. ഹക്കിന്റെ പാതയാണ് നാം സ്വീകരിക്കേണ്ടത്. ശരീരത്തിന് വല്ലാതെ വിഷമം നൽകുന്ന അസ്വസ്ഥമാകുന്ന കുണ്ടുകളും കുഴികളും കല്ലുകളും മുള്ളുകളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് നാം യാത്ര ചെയ്യേണ്ടത്. ആ പാതയിലൂടെ കടന്നു ചെന്നാൽ ഇഷ്ടമുള്ളത് കുടിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാൻ കഴിയില്ല. അവിടെ നിയമങ്ങളുണ്ട്, നിരോധനങ്ങളുണ്ട്. പലതും അനുഭവിച്ചും സഹിച്ചും ക്ഷമിച്ചും ശരീരത്തെ വല്ലാതെ പിടിച്ചു നിർത്തിയാലല്ലാതെ ആ പാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുകയില്ല. ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും ആദികളും ആകുലതകളും വ്യതകളും വ്യാകുലതകളും ശ്രദ്ധകളും വൈഷമ്യങ്ങളും പ്രയാസങ്ങളും സങ്കടവും വിഷമവും എല്ലാം അവൻ അനുഭവിക്കേണ്ടി വരും. പക്ഷേ അവൻ അവസാനം ചെന്നെത്തുന്നത് ഒരൊറ്റ ദർശനം കൊണ്ട് തന്നെ അസ്വസ്ഥബോധിതമായ മനസ്സിന്റെ സർവ്വപ്രയാസങ്ങളും വിട്ടൊഴിയും സുന്ദരമായ സൂര്യങ്ങളും പൂവാടികളും ഒരുങ്ങി നിൽക്കുന്ന പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകളും അതിന്റെ താഴ്ഭാഗത്ത് കൂടി സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിവിളിസ് പോലെ തടം തള്ളി ആർത്തൊടുക്കുന്ന കൊച്ചരുവികളും ആ അരുവികളുടെ ഓരത്തായി സുന്ദരമായ രമ്യഹർമ്മങ്ങളും പാട്ടുപാടുന്ന പറവകളും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സുന്ദരമായ ഉദ്യാനത്തിലേക്കാണ് നാം എത്തിച്ചേരുക. ലക്ഷ്യസ്ഥാനത്തെത്തണം. യഥാർത്ഥത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷ്യബോധമില്ലാതെ ലക്ഷ്യം മറന്നുപോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടാടുകളുടെ മുമ്പിലൂടെ കടന്നു വരുന്നവന്റെ കരുത്ത് വെട്ടിയെറിഞ്ഞിട്ട് അവന്റെ നെഞ്ചത്ത് തന്നിട്ട് യാത്ര ചെയ്ത് കടന്നുപോയ ദിക്കറിയാതെ വിഷയറിയാതെ കടന്നുപോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ലക്ഷ്യബോധമുള്ള അടിമകളാക്കി മാറ്റിയിട്ടാണ് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ മുമ്പിലോട്ട് അവതീർണമായ വിഷയറിയാത്തവന്നെ ദിശ പഠിപ്പിച്ചു കൊടുത്ത
جعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا الله سبحانه وتعالى പറയാ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്തിൽ നിന്നെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയാ ഓടി നടക്കുന്ന ചാടി നടക്കുന്ന മണ്ണിൽ നിന്നല്ലേ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നിട്ട് അല്ലാഹു പറയാ ആര് കണ്ടാലും തൊടാനിറക്കുന്ന കണ്ടാലുടനെ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന പൊട്ടിപ്പിടിക്കുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് നിന്നെ ഞാൻ പടച്ചിട്ട് നീ നിന്റെ ജീവൻ തുടങ്ങി എന്നിട്ട് നീ ഇങ്ങനെയായപ്പോ നിനക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നില്ലേ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയാ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാനവോ മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ അത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിനുമല്ല അത് എനിക്ക് ഇബാദത്ത് എടുക്കാനാണ് ഈ ദുനിയാവിലേക്ക് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച് പറഞ്ഞേച്ചിട്ടുള്ളത് അത് എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടോ അത് പടച്ച റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമോ അതല്ലാതെ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് കള്ള് കുടിച്ചു കൂട്ടാനല്ല പെണ്ണ് കുടിച്ച് നടക്കാനല്ല വ്യഭിചരിച്ച് നടക്കാനല്ല പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കാനുള്ളതല്ല അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ലക്ഷ്യസോളം മറക്കല്ലേ സ്വർഗം നമ്മൾ മറക്കാൻ പാടില്ല അല്ലാഹു നമ്മളെ എല്ലാവരെയും ആ സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ വെറുതെ സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണമേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകിയ ഈ ആയുസ് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് പടച്ച റബ്ബ് ഈ ആയുസ് അത് എന്തിനു വേണ്ടി ചിലവഴിക്കണമെന്നറിയോ അത് അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ തത്വൈലഭിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു തൗഫീഖ് തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് കഴിയണം ഈമാനോടുകൂടെ ജീവിക്കാൻ കഴിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഈമാനോടുകൂടെ ജീവിക്കുന്ന ഇഖ്ലാസോടുകൂടെ ജീവിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് ഇഖ്ലാസോടുകൂടെ ജീവിക്കുന്ന ഈമാനോടുകൂടെ ജീവിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുക്കാഭാഗം ജനങ്ങളും ഇന്ന് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തമ്മാടികളായി ജീവിക്കുകയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്കറിയുമോ മഹാനായ ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുമാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മദീനയിൽ നിന്നും ദമസ്കസിലേക്ക് യാത്ര പോകുന്ന മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഈമാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല ആ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല സൈന്യത്തിന്റെ അധിപനായി ആ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല മഹാനവറുകൾ മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് കാൽനടയായി യാത്ര പോവുകയോ എങ്ങനെയോ യാത്ര പോകുന്നതെന്നറിയോ തന്റെ കാലിൽ ഒരു ചെരുപ്പില്ല തന്റെ കാലിൽ ചെരുപ്പില്ലാതെ ആ ഡമസ്കസ് വരെ നടന്ന് തന്റെ കാലിൽ കല്ലുകുത്തി മുറിവ് വന്ന്
ഡമസ്കസിലേക്കുള്ള ദൂരം ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 2000 കിലോമീറ്ററിലേറെ വരും. എത്ര 2000 കിലോമീറ്ററിലേറെ വരും. ആ 2000 കിലോമീറ്റർ തന്റെ കാലുകൊണ്ട് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ ഒരുപാട് കാര്യം ചെയ്യുമെന്നെല്ലാം വിചാരിക്കാറുണ്ടല്ലോ. നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ അത് മൈനസാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കാൽനടയായി യാത്ര അങ്ങനെയതാ തന്റെ കാലിൽ ചെരുപ്പില്ലാതെ ആ 2000 കിലോമീറ്റർ തന്റെ കാലിൽ ചെരുപ്പില്ലാതെ തന്റെ കാലുകൊണ്ട് ഡമസ്കസ് വരെ, സിറിയയുടെ ആസ്ഥാനം വരെ 2000 കിലോമീറ്റർ തന്റെ കാലിൽ ചെരുപ്പില്ലാതെ ആ യാത്രയിൽ തന്റെ കാലിൽ കല്ല് കുത്തി മുറിവ് വന്ന് ഒരു കാലങ്ങോട്ട് ഭയങ്കരമായിട്ട് പഴുത്തു. അവസാനം ഡമസ്കസിലേക്ക് എത്തിയപ്പോ സഹോദരങ്ങളെ, തന്റെ കാലിൽ മുറിവ് വന്ന് കല്ല് കുത്തി മുറിവ് വന്ന് തന്റെ കാലിൽ വ്രണമായി. അവസാനം ഒരു കാലങ്ങോട്ട് ഭയങ്കരമായിട്ട് പഴുത്തു. ഒരു കാലങ്ങോട്ട് വല്ലാത്ത പ്രയാസത്തോടെ നടക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രയാസമായി, വല്ലാത്ത നമ്പരമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ യഥാ മഹാനായ അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഡമസ്കസിലെ അന്നത്തെ അമവിയ ഖലീഫ ഈ അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ കണ്ടപ്പോ തന്റെ കാല് ഭയങ്കരമായിട്ട് പഴുത്ത് വല്ലാത്ത പ്രയാസത്തോടെ നടക്കുന്നത് കണ്ടപ്പോ ആ സമയത്ത് അന്നത്തെ അമവിയ ഖലീഫ അവിടുത്തെ ഡോക്ടർമാരെ വിളിക്കുകയോ. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് പാറിപ്പോയ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മകനോ, മഹാനായ ഒരു പിതാവിന്റെ മഹാനായ ഒരു പുത്രന്, സൈന്യത്തിന്റെ അധിപനായ അവസാനം സിറിയയുടെ ആസ്ഥാനം വരെ ഡമസ്കസ് വരെ നടന്നു വന്ന് തന്റെ കാലിൽ ചെരുപ്പില്ലാതെ കാലിൽ കല്ലുകുത്തി മുള്ളുകുത്തി അവസാനം മുറിവ് വന്ന് തന്റെ കാലിൽ നിന്ന് ചലമൊലിച്ചു നിൽക്കുമ്പോ, രക്തം ഒലിച്ചു നിൽക്കുമ്പോ, രക്തം തുടങ്ങുമ്പോ ആ സമയത്താണെന്ന് തമവി ഖലീഫ ഡോക്ടർമാരെ വിളിച്ചു പറഞ്ഞല്ലയോ, ഡോക്ടർമാരെ, ഈ അബ്ദുല്ലാഹിബ്നു ജഅഫറിന് വേണ്ട ചികിത്സ ചെയ്തു കൊടുക്കണം. എല്ലാ ചിലവും ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. നിങ്ങൾ ഈ സ്വഹാബിക്ക് വേണ്ട എല്ലാവിധ ചിലവും എല്ലാവിധ ചികിത്സയും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ആ സമയത്ത് ഡോക്ടർമാർ ഒരുപാട് നേരം പരിശോധിച്ചു. ഒരുപാട് നേരം ആ അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പരിശോധിച്ചിട്ട് പറഞ്ഞു അത്രേ, അല്ലയോ ഖലീഫ, ഈ അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് വല്ലാതെ മോശമായിട്ടുണ്ട്. ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. ഇതൊരിക്കലും ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഖലീഫ, ഇതൊരിക്കലും ചികിത്സിച്ചാൽ മാറുന്നതല്ല. കാലിന് വല്ലാത്ത അസുഖമോ, കാല് വല്ലാതെ പഴുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാലിന്റെ നില വല്ലാതെ മോശമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരേ ഒരു നിർവാഹമേ ഉള്ളൂ, അത് ചികിത്സിച്ച് മാറ്റലല്ല, കാലിന്റെ മുട്ടിൽ മുറിച്ച് മാറ്റണം. എന്താ പറഞ്ഞ? കാലിന്റെ മുട്ടിൽ മുറിച്ച് മാറ്റണം, അതല്ലാതെ വേറൊരു നിർവാഹമില്ല ഖലീഫ എന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കാലിന്റെ മുട്ടിൽ മുറിച്ച് മാറ്റണമെന്ന സമയത്ത് ഡോക്ടർമാര് പറയുമ്പോ ആ സംഗീത്ത് അവിടെ ഒരുമിച്ച് കൂടെ ചില ആളുകൾ അവരവിടെ നിന്നൊക്കെ പറഞ്ഞു അത്രേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ സമയത്ത് അവിടെ ഒരുമിച്ച് കൂടെ പറയോ, കാല് പച്ചയിൽ മുറിക്കുകയാണോ, കാലിന്റെ മുട്ടിൽ പച്ചക്ക്
മുറിക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ 1300 1200 300 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മെഡിക്കൽ സിറ്റുവേഷൻ ആലോചിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക. അന്നൊരു ഐസിയില്ലല്ലോ, സഹോദരങ്ങളെ സഹോദരിമാരെ, അങ്ങനെ അവിടെ ഒരുമിച്ച് കൂടിയവർ ഈ സ്വഹാബിക്ക് നല്ല മയക്കി കിടത്താനുള്ള മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഈ സ്വഹാബിയെ മയക്കി കിടത്തിക്കൊണ്ട് കാല് മുറിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ഇത് കേൾക്കേണ്ട താമസം പെട്ടെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയോ, എന്റെ കാൽ മുറിച്ചു മാറ്റുന്നത് എന്തിനാ എന്നെ മയക്കി കിടത്തുന്നത്? എന്റെ കാൽ എന്തിനാ വെറുതെ എന്റെ കാൽ മുറിക്കാൻ വേണ്ടി എന്തിനാ എന്നെ മയക്കുന്നത്? എന്റെ കാൽ നിങ്ങൾ മയക്കണ്ട. കാരണം എന്തേ? അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തുകൊണ്ടാണ് എന്നെ മയക്കണ്ട എന്ന് ഞാൻ പറയുന്നതെന്നറിയോ? ഞാൻ ഉണർന്നിരിക്കുന്ന നേരത്ത് എന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും ഞാൻ എന്റെ സെറ്റാവായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിനെ ഓർക്കാത്തൊരു നിമിഷം പോലും അബ്ദുല്ലാഹ് ജഅഫർ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സെക്കൻഡ് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ഞാൻ ഉറക്കത്തിലാണ്. ഉണർന്നിരിക്കുന്ന എനിക്ക് അള്ളാഹുവിനെ ഓർക്കാനും ദിക്ർ ചൊല്ലാനും കഴിയില്ലല്ലോ. നിങ്ങൾ എന്നെ മയക്കി കിടത്തിയാൽ, അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ മയക്കി കിടത്തിയാൽ പിന്നെ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല, പിന്നെ എനിക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയില്ല, പിന്നെ എനിക്ക് എന്റെ റഹ്മാനായ റബ്ബിനെ ഓർക്കാൻ കഴിയില്ല, എന്റെ സിത്താവിനെ ഓർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ മയക്കണ്ട, എന്നെ നിങ്ങൾ മയക്കല്ലേ. എന്നെ മയക്കി കഴിഞ്ഞോ പിന്നെ എന്റെ റബ്ബിനെ ഓർക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാ, അതുകൊണ്ട് എന്റെ കാൽ നിങ്ങൾ മുറിച്ചോളൂ, എന്റെ കാലിന്റെ മുട്ടിൽ നിങ്ങൾ മുറിച്ചോളൂ. എത്ര വേദനയാണെങ്കിലും ഈ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ സഹിച്ചോളൂ, യാതൊരു പ്രശ്നവുമില്ല, ഞാൻ നിന്ന് തരാം, എന്നെ മയക്കണ്ട, എന്നെ മയക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുയുടെ കാൽ, ആ കാലിന്റെ മുട്ടിനെ ഡോക്ടർമാരെ മുറിച്ചു മാറ്റി കാൽ വേർപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരഭാഗം മയ്യത്ത് മറവ് ചെയ്യുന്നത് പോലെ മറവ് ചെയ്യണമെന്നാണല്ലോ ഫിഖ്, അതാണല്ലോ ശറഅ്, അതാണല്ലോ ഫിഖ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുയുടെ കാല്, ആ കാലിന്റെ മുട്ടിൽ മുറിച്ചു മാറ്റിയ ഭാഗമെടുത്ത് വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് അവസാനം മറവ് ചെയ്യുന്നതിന് മുമ്പ് കഫൻ ചെയ്ത് അവസാനം മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കാലം എന്റെ മുമ്പിലോട്ട് കൊണ്ടുവരൂ, എന്റെ കാലിന്റെ മുമ്പിലോട്ട് കൊണ്ടുവരൂ, ഞാൻ ആ കാലം അവസാനമായി കാണട്ടെ, അവസാനമായി ഞാൻ അതിനോടൊന്ന് യാത്ര ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുയുടെ മുമ്പിലേക്ക് ആ കാല് കൊണ്ടുവന്നപ്പോ സഹോദരങ്ങളെ സഹോദരിമാരെ, ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകൾ എന്താ? ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വചനങ്ങൾ മതി. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, നിന്റെ കൊള്ളായി നിനക്ക് സ്തുതി പടച്ചവനെ. അല്ലാഹുവേ, നീ എന്റെ ഒരു കാല് മാത്രമല്ലേ കൊണ്ടുപോയുള്ളൂ, എത്രയോ അവയവങ്ങൾ എന്റെ ശരീരത്തിൽ ബാക്കിയുണ്ട്, ഒരു കേടുമില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത, ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു തളർച്ചയുമില്ലാത്ത, ഒരു വിളർച്ചയുമില്ലാത്ത എത്രയോ അവയവങ്ങൾ എന്റെ ശരീരത്തിലുണ്ട്. എന്റെ കൈകൾക്കൊരു പ്രശ്നവുമില്ലല്ലോ റബ്ബേ, എന്റെ കണ്ണുകൾക്കൊരു പ്രശ്നവുമില്ലല്ലോ റബ്ബേ, എന്റെ മൂക്കിനൊരു പ്രശ്നവുമില്ല, എന്റെ നാവിനൊരു പ്രശ്നവുമില്ല, എന്റെ ഒരു കാലിനും ഒരു പ്രശ്നവുമില്ല, അല്ലാഹുവേ എന്റെ ഹാർട്ടിനൊരു പ്രശ്നവുമില്ലല്ലോ റബ്ബേ, ഈ ഒരൊറ്റ കാലല്ലേ നീ കൊണ്ടുപോയല്ലോ. അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി പടച്ചവനെ, നിന്റെ
ആയിരുന്നു.